ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനാണ്, അതിൻ്റെ ലാസ്റ്റത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരാമെന്നുള്ളത്. ആദ്യത്തത് ഇക്വിറ്റി ക്യാപിറ്റലാണ്, അത് വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. അപ്പോൾ സൈഡിൽ 3 എന്ന് എഴുതുക. ദെൻ ജനറൽ റിസർവ് ആണ്. ഇത് വേറെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല, അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതെന്തായിരിക്കും, നമ്മൾ ഏത് മെത്തേഡ് പ്രകാരമായിരിക്കും, ഇൻഡയറക്റ്റ് മെത്തേഡ് പ്രകാരമായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അത് ഒന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ 1 എഴുതി. ദെൻ P&L അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ 1 എഴുതി. ഡിബഞ്ചേഴ്സ് എന്താണ്, മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വരിക. അപ്പോൾ 3 എന്ന് എഴുതാം. ക്രെഡിറ്റേഴ്സ് ഒന്നാമത്തെ സ്റ്റെപ്പാണ് വരിക. 1 എഴുതാം. പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമുക്ക് എന്താണ്, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്നത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ബാലൻസ് ഷീറ്റിലെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് തന്നാൽ ഈ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ആയിട്ട് എഴുതാം. കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരും. അപ്പോൾ 50,000 50,000 റുപ്പീസ് തേർഡ് സ്റ്റെപ്പിലും വരും, 65,000 റുപ്പീസ് ഫസ്റ്റ് സ്റ്റെപ്പിലും വരും. ഓക്കെ, അപ്പോൾ അതാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാണിക്കുകയും ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഈ വർഷത്തെ ഡിവിഡൻറ്റ് പെയ്ഡ് ആയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാണിക്കും വേണം. ദെൻ അസറ്റ്സ് ആയിട്ട് നോക്കുക. ഫിക്സഡ് അസറ്റ് ആണ്, അത് ഡിപ്രീസിയേഷൻ നോക്കേണ്ട ആവശ്യമില്ല, മറ്റേ എമൗണ്ട് നോക്കിയാൽ മതി. അല്ല, ഡിപ്രീസിയേഷൻ എമൗണ്ട് നോക്കേണ്ട ആവശ്യമില്ല, അത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര വരിക, 4 lakh. അത് എത്രാമത്തെ സ്റ്റെപ്പിൽ വരിക, രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് വരിക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഷോർട്ട് ടൈം ആയിരിക്കാം, കാരണം ഡെപ്റ്റേഴ്സിൻ്റെ ഒപ്പമല്ല, മറ്റേത് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡെപ്റ്റേഴ്സ്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ സ്റ്റോക്ക്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ ക്യാഷ് നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുള്ളതാണ്. മിസ്സലേനിയസ് എക്സ്പെൻസസ് നമുക്കിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ മിസ്സലേനിയസ് എക്സ്പെൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, മറ്റ് എക്സ്ട്രാ എക്സ്പെൻസസ് ആണ്, നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. വേറെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ പ്രൊഫോമ വരയ്ക്കുക. 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതാം. അതിലാദ്യം പ്രോഫിറ്റ് ഫോർ ദി ഇയർ എഴുതണം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ നമ്മളിങ്ങനെ കിട്ടുക നെറ്റ് പ്രോഫിറ്റ് P&L അക്കൗണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുക. 1 lakh ആണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ 1 lakh അവിടെ എഴുതി. പിന്നെ എന്തൊക്കെയാണ് വരിക, ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഉണ്ട്. എത്രയാണ്, 1 lakh എന്നുള്ളത് 1,50,000 ആയി. സോ ഡിഫറൻസ് എമൗണ്ട് 50,000 അവിടെ എഴുതി. പിന്നെ അടുത്തത് എന്താ എഴുതേണ്ട വരിക, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഈ വർഷത്തിൻ്റെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് എഴുതണം. എത്രയാണ്, 65,000 ആണ്, അതെഴുതി. പിന്നെ വേറെ പിന്നെയുള്ളത് കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റികൾ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വേറെ ഒന്നും വന്നിട്ടില്ല, ഇൻകംസും വേറെ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ക്രെഡിറ്റേഴ്സ് നോക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് 2 lakh ആണ്. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല, അപ്പോൾ ആഡ് ചെയ്യാനുമില്ല ലെസ് ചെയ്യാനുമില്ല. പിന്നെയുള്ളത് കറണ്ട് അസറ്റുകൾ രണ്ടും ലെസ് ചെയ്യാനാണ്. ഡെപ്റ്റേഴ്സ് കൂടിയേക്കാണ് ലെസ് ചെയ്യണം, സ്റ്റോക്കും കൂടിയേക്കാണ് ലെസ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. സോ നമുക്ക് ലെസ് എന്ന് എഴുതാം. ദെൻ ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സും ഇൻക്രീസ് ഇൻ സ്റ്റോക്കും എഴുതാം. ഡെപ്റ്റേഴ്സിൻ്റെ ഇൻക്രീസ് 1 lakh, സ്റ്റോക്കിൻ്റെ ഇൻക്രീസ് 50,000 അപ്പോൾ അത് എഴുതി. അപ്പോൾ ഇങ്ങനെ ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് വരിക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 lakh 1,50,000 65,000 ആണ് ആഡ് ചെയ്യാനുള്ളത്. അതിൽ നിന്ന് 1,50,000 ലെസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, 65,000 കിട്ടി. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് കിട്ടുന്നത്. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് 65,000 എന്ന് എഴുതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുക. അതിലാകെ നമുക്ക് ഒരൈറ്റം വന്നിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ആണ്. അതെന്തുണ്ടായേക്കുന്നത്, ഫിക്സഡ് അസറ്റ് 4 lakh എന്നുള്ളത് 5 lakh ആയിട്ട് കൂടി. അപ്പോൾ എന്തായിരിക്കും, പർച്ചേസ് ആണ് ഉണ്ടായേക്കുന്നത്. സോ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് എഴുതാം. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോണത് കൊണ്ട് 1 lakh ബ്രാക്കറ്റിലിട്ടു. 1 lakh ബ്രാക്കറ്റിലിട്ടു. ബ്രാക്കറ്റിൽ 1 lakh ഇട്ടു. വേറെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. സോ അത് ഔട്ടർ കോളത്തിലേക്ക് ഇടുക, ബ്രാക്കറ്റ് അടക്കം പുറത്തേക്ക് എഴുതാം. ബ്രാക്കറ്റിൽ 1 lakh എഴുതി. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതി. 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ 2 ഐറ്റംസ് ആണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എന്താ ഉണ്ടായിരിക്കുന്നത്, കൂടിയേക്കാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. സോ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് ആയ 1,50,000 എന്ന് എഴുതി. പിന്നെ നമ്മൾ ആ ഡിവിഡൻഡ് പെയ്ഡ് ആണ് ചെയ്യേണ്ടത്. ഡിവിഡൻഡ് പെയ്ഡ് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ് പെയ്ഡ് ആയിട്ട് എഴുതേണ്ടത്. എത്രയാണ്, 50,000 ആണ്. ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. സോ 50,000 ബ്രാക്കറ്റിലിട്ടു.
ബാക്കി അപ്പോൾ വേറെ 3 എന്ന് പറഞ്ഞിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അപ്പോൾ രണ്ടും കൂടി റിഫ്ലക്റ്റ് 1,50,000 മൈനസ് 50,000 ആണ്. അപ്പോൾ പുറത്തേക്ക് 1 lakh ആണ് വരിക. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതി. അപ്പോൾ അങ്ങനെ നമുക്ക് 3 എണ്ണത്തിൻ്റെയും എമൗണ്ടുകൾ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ 3ഉം കൂടി ആഡ് ചെയ്യുക. 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് 1 lakh ഉണ്ട്, നേരത്തെ നമുക്കൊരു മൈനസ് 1 lakh ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി സെറ്റ് ഓഫ് ആയി. ബാക്കി അപ്പോൾ എത്രയുണ്ട്? 65,000 എന്നുണ്ട്. അത് നമ്മൾ എഴുതി. നെറ്റ് ക്യാഷ് ഫ്ലോ ഫോർ ദി ഇയർ എന്ന് പറഞ്ഞിട്ട് 65,000 എന്ന് എഴുതി. അതിനോട് നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് നമുക്ക് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1,50,000. ആ 1,50,000 കൂടിയിട്ട് ഈ 65,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,15,000 കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാഷ് ആയിട്ട് വന്നിരിക്കുന്നത് 2,15,000. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു ബാലൻസ് ഷീറ്റാണ്. ആകെ ലയബിലിറ്റീസിൽ 2 ഐറ്റമുള്ളൂ. ആദ്യത്തത് ഇക്വിറ്റി ക്യാപിറ്റൽ 3ാമത്തെ സ്റ്റെപ്പിൽ വരും. അക്കൗണ്ട്സ് പേയബിൾ 1ാമത്തെ സ്റ്റെപ്പിൽ വരും. ഞാൻ അപ്പുറത്തെ ഫിക്സഡ് അസറ്റ് 2ാമത്തെ സ്റ്റെപ്പിൽ, ബിൽഡിംഗ് 2nd സ്റ്റെപ്പ്, സ്റ്റോക്ക് 1st സ്റ്റെപ്പിൽ വരും, ഡെപ്റ്റേഴ്സ് 1st സ്റ്റെപ്പിൽ, ക്യാഷ് പിന്നെ ഏറ്റവും അവസാനം ഉപയോഗിക്കണം. പിന്നെ വേറെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിനെ നമുക്ക് 1ാമത്തെ സ്റ്റെപ്പിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതി. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എഴുതാനായിട്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും എഴുതേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇനി അടുത്തത് കറണ്ട് അസറ്റ് കറണ്ട് ലൈബിലിറ്റിയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. നോക്കി നോക്കിയാൽ അക്കൗണ്ട്സ് പേയബിൾ എന്തുണ്ടായേക്കണത്? കുറഞ്ഞേക്കാണ്. അപ്പോൾ അത് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ അത് എടുക്കണ്ട. ഡെപ്റ്റേഴ്സ് കുറഞ്ഞേക്കാണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ആഡ് ചെയ്യണം. അപ്പോൾ അത് എഴുതാം. ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സിന് എഴുതാം. എമൗണ്ട് 3,000. പിന്നെ സ്റ്റോക്ക് കൂടിയേക്കാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ നമുക്ക് ലെസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആകെ ഒരു ഐറ്റമുള്ള ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3,000 എന്ന് എഴുതി. ബാക്കി 2 ഐറ്റം ലെസ് ചെയ്യാനുള്ളതാണ്. ലെസ്സിന് എഴുതാം. ആദ്യം സ്റ്റോക്കിൻ്റെ എഴുതാം. എന്താണ് സ്റ്റോക്ക് എന്താ ഉണ്ടായേക്കുന്നത്? ഇൻക്രീസ് ആണ് ഉണ്ടായേക്കുന്നത്. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 5,000 എന്ന് എഴുതി. പിന്നെ അപ്പുറത്തുള്ള അക്കൗണ്ട്സ് പേയബിൾ ആണ്. അത് ഡിക്രീസിങ് ആണ്. ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 4,000 എന്ന് എഴുതി. അത് 3ഉം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ നമുക്ക് ആകെ ആഡ് ചെയ്യാനുള്ളത് 3,000 മാത്രമാണ്. ബാക്കി 2ഉം ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6,000 ആണ് കിട്ടുക. അത് ബ്രാക്കറ്റിലിടാം. അതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ദി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് -6,000 ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ 6,000 എന്ന് എഴുതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എഴുതി. നമ്മൾ 2 എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റംസ് ആണ് എഴുതിയേക്കുന്നത്. ബിൽഡിങ്ങും ഫിക്സഡ് അസറ്റും. ബിൽഡിംഗ് എന്താ ഉണ്ടായേക്കുന്നത്? കുറഞ്ഞേക്കാണ്. എങ്ങനെ കുറയുക? സെയിലായിരിക്കും. സെയിൽ ഓഫ് ബിൽഡിംഗ് എഴുതി. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് വരാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് 20,000 അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ അടുത്ത ഫിക്സഡ് അസറ്റ് ആണ്. അതും കുറഞ്ഞേക്കാണ്. അപ്പോൾ അതും സെയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് 1 lakh. സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് വരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഐറ്റംസ് ഉള്ള 2nd സ്റ്റെപ്പിൽ. അപ്പോൾ അത് രണ്ടും കൂടി കൺസിഡർ ചെയ്തു. നമുക്ക് 1,20,000 കിട്ടി. ബ്രാക്കറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അത് പുറത്തേക്ക് എഴുതി. അതിൻ്റെ നേരെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് 1,20,000 കിട്ടി. ദെൻ നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എഴുതാം. 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആകെ ഒരു ഐറ്റം എഴുതിയിട്ടുള്ള ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ എന്താ ഉണ്ടായേക്കുന്നത്? 7,39,000 എന്നുള്ളത് 6,15,000 ആയിട്ട് കുറയാണ് ചെയ്തേക്കണത്. അപ്പോൾ 1,24,000 നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടായത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്തത്. സോ റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1,24,000 ക്യാഷ് പോയത് കൊണ്ട് നെഗറ്റീവ് ഫിഗറാണ് ബ്രാക്കറ്റിൽ എഴുതി. പിന്നെ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ 3 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് എഴുതാം. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ തന്നെ 1,24,000 എഴുതി. ഇനി നമ്മൾ 3 ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 2 എമൗണ്ടുകളും അതുപോലെ ഈ എമൗണ്ടും. അതിലൊരെണ്ണം 6,000 ബ്രാക്കറ്റിലാണ്. പിന്നെ ഇപ്പോൾ കിട്ടിയതും ബ്രാക്കറ്റിലാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 1,20,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് കിട്ടുക. ബ്രാക്കറ്റിൽ 10,000 എന്ന് എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് എമൗണ്ട് എഴുതുക. ദാറ്റ് ഈസ് 40,000 ആണ്. അപ്പോൾ 40,000 മൈനസ് 10,000 ബാക്കി എത്ര കിട്ടും? 30,000 കിട്ടും. അതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് അറ്റ് ദി എൻഡ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ബാലൻസ് ഷീറ്റിലത്തെ ക്ലോസിംഗ് എമൗണ്ട് ഓഫ് ക്യാഷ് ആയിട്ട് വന്നിരിക്കുന്നത്.
30,000. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അധികം ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് വരാതെ ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചെയ്ത ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഇല്ലേ, അത് സാധാരണ ചോദിക്കാറില്ല. ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി, മറ്റേതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇതോടുകൂടി തീരാണ്. നമ്മൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇത്തിരി ലെങ്തി സബ്ജക്റ്റാണ്, അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമാണ്. നന്നായിട്ട് പഠിച്ചാൽ 80% പ്രോബ്ലംസ് വരുന്ന ഒരു സബ്ജക്റ്റാണ്. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മാക്സിമം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ ആ റേഷ്യോ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. റേഷ്യോ ചാപ്റ്ററും അതുപോലെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ചാപ്റ്ററും പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ 2 ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. അത് രണ്ടും നന്നായിട്ട് പഠിക്കണം. അതുപോലെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ അങ്ങനെ സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. ഫണ്ട് ഫ്ലോയിൽ നിന്ന് ആ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷനും അത് ഇൻഡിവിജ്വലായിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഒന്നല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് അതിൻ്റെയും ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് കണ്ടിരിക്കുന്നത്. വലിയ ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, അതായത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതുപോലെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റോ സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള 2 ചാപ്റ്ററും മെയിനായിട്ടും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങും അതുപോലെ 1ാമത്തെ ചാപ്റ്ററും തിയറി ചാപ്റ്ററായിട്ട് പഠിച്ചാൽ മതി. അത്രയ്ക്ക് അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. അത് ജസ്റ്റ് തിയറി ആയിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 20% തിയറി ചോദിക്കാറുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഉള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.